എവിടേക്കാ ഇന്നത്തെ യാത്ര? എവിടേക്ക് യാത്രയെന്ന് പറയണില്ല. ഞാൻ ഒരുപാട് സാധനം മേടിക്കാനുള്ള സജ്ജീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. രാവിലെ തന്നെ പുറപ്പെടുവാണ്. വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഉണ്ട്. ഞങ്ങൾ ഇച്ചിരൂടെ നേരത്തെ വന്ന് ഇച്ചിരൂടെ നല്ലതായിരുന്നു. അതെ അതെ അതെ, ഇപ്പൊ തന്നെ വന്നത് എങ്ങനെയാന്ന് നമുക്ക് അറിയാം. ഇങ്ങനത്തെ കിഴങ്ങുണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴും അറിയണം. വ്യത്യസ്തമായ രീതിയിലാണ് ചട്ടപ്പുട്ട്. ഓ, ഇത് ചില്ല് വേണ്ട അല്ലേ? അപ്പൊ ഇതെങ്ങനെ അമ്മ എടുക്കും? ഹാൻഡിൽ വിത്ത് കെയർ. തമാശ രീതിയിലും തമാശ അല്ലാത്ത രീതിയിലും ചില കമന്റുകളിൽ നമ്മളോട് പറയും. ഞാനിത് തമാശ ആയിട്ട് എഴുതി. വേണോ ഒരെണ്ണം? അയ്യോ, ജീവിതത്തിൽ എനിക്ക് വേണ്ട. അപ്പൊ ലെസ് ടോക്കാണ്, മോർ ആക്ഷൻ. അമ്മ മോർ ടോക്ക് ആൻഡ് മോർ ആക്ഷൻ. മഞ്ഞുണ്ടോ? മഞ്ഞ് കുറവാ. അങ്ങോട്ടൊന്നും നോക്കരുതേ. പക്ഷെ ചൂടെടുക്കുവോ എനിക്ക്? ചൂടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടിലിട്ടാ കിടന്നേന്ന്. എവിടേക്കാ ഇന്നത്തെ യാത്ര? എവിടേക്ക് യാത്രയെന്ന് പറയണില്ല. ചെന്നിട്ട് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഉള്ളതിന്റെ അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ കാണിക്കാം കേട്ടോ. ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്തേക്ക് എന്ന് പോണത്. സഞ്ചിയും കൊടയൊക്കെ ആയിട്ടാണ്. കൊടയില്ല, സഞ്ചിയുണ്ട്. വൈകി കഴിഞ്ഞാൽ അവിടെ കിട്ടൂലെന്നാ കേട്ടത് സാധനങ്ങൾ. സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് സാധനം ഇടാനുള്ള. നമ്മൾ ചെന്ന് ഷോപ്പിംഗ് നടത്താം. കൊച്ചു വെളുപ്പാങ്കാലത്താ പോണത്. 6:45 ശരിക്കും വെളിച്ചം ഇതുപോലെ ആവണത്. നമുക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ ഒരുപാട് സാധനം മേടിക്കാനുള്ള സജ്ജീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ സസ്പെൻസിൽ ഇരിക്കട്ടെ കേട്ടോ. എങ്ങോട്ടാന്നുള്ളത് അവിടെ ചെല്ലുമ്പോ കാണിക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് പറയണില്ലേ? അപ്പൊ സസ്പെൻസ് ആണോ? സസ്പെൻസാ. പോകുന്നത് ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. രാവിലെ തന്നെ പുറപ്പെടുവാണ്. വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഉണ്ട്. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചു അവിടെ കഴിക്കാന്ന് കരുതി. ഇപ്പൊ ആ ടൈമിൽ കഴിക്കാനൊന്നും കിട്ടൂല അവിടെ. അതുകൊണ്ട് ഇവിടെ വന്നിട്ടാ കഴിക്കണം കേട്ടോ. ഓക്കെ. ഈ മേഘത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതകള് അപ്പൊക്കെ എന്താ പറയാനുള്ളത്? മഴക്കാറുണ്ട്, അതുകൊണ്ട് ആ മേഘങ്ങളുടെ ഇടയിൽ ക്ലിയർ ലൈറ്റ് കാണും. മേഘം എന്താ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിരിക്കണേ? പറഞ്ഞില്ലേ, മഴക്കാറുകൊണ്ടാണ്. മഴക്കാറുള്ള പീസുകള് കറുത്തിരിക്കും, ബാക്കിയുള്ളത് വെളുത്തിരിക്കും. കംപ്ലീറ്റ് ഇതാ അല്ലേ? വെളുത്തിരിക്കുന്നതില് പ്രകാശം അടിക്കുമ്പോ നല്ല ക്ലിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. ഇന്ന് ശരിക്കും ചൂടും ഉണ്ട് ഈ പറഞ്ഞ പോലെ. മഞ്ഞൊന്നും അങ്ങനെ പാടത്ത് ചെറിയ പുക പോലെയുണ്ട്, പക്ഷെ തണുപ്പില്ലായിരുന്നു. പാടത്ത് ഇവിടെ കുഞ്ഞോട് പറയും ശരിയാ, ഇവിടെ തണുപ്പുണ്ട്. ഈ മേഘം ക്യാമറകളെ കാണാൻ ഒരു പ്രത്യേക രസം, ഒരു പ്രത്യേക ഭംഗി. ഈ ഇടകലർന്ന മേഘം സ്പ്ലിറ്റ് ആയി നിക്കണ ഒറ്റ മേഘം അല്ലല്ലോ. നമ്മള് സ്ഥലത്ത് എത്തി. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് വിൽക്കാൻ വെച്ചേക്കണാണോ? ഇത് പൂവന. പൂവന. കാച്ചിലുണ്ടോ? ഞങ്ങളൊന്ന് വീഡിയോ എടുത്തോട്ടെ. നമുക്ക് അച്ചിങ്ങ എന്നാ വില? 80 രൂപ. 80 അല്ലേ? മുട്ടയുണ്ട് കേട്ടോ. മുട്ട മേടിക്കണം. അച്ചിങ്ങ എടുക്കാം, ചീര എടുക്കാം. ഇത് മഞ്ഞളാ അല്ലേ? മഞ്ഞളാ. കാച്ചിലല്ലേ ഇത്? ഇത് മറ്റേ പർപ്പിളാണോ? വെള്ളയാണോ? വെള്ളയല്ലേ? നീലുണ്ട്. ഇത് നീലയാ. 40 രൂപ അല്ലേ? നമുക്ക് ഈ ഇതങ്ങ് എടുക്കാം. നമുക്ക് നടാൻ 1.5. അതെടുത്തു കേട്ടോ. നമുക്ക്
അച്ചിങ്ങ ഒരു കിലോ എടുക്കും. അങ്ങനെ കിട്ടി, ആഗ്രഹിച്ച പോലെ കിട്ടിയില്ലേ? ശരിക്കും വെള്ളയാണോ ഇത്? അതേ ഇങ്ങനെ ശരിക്കും വെള്ളയാ. നമുക്കുള്ള വെള്ള ഉള്ള വെള്ള ഇതിന്റെ ചോട്ടിൽ ഇല്ല അല്ലേ? നേരത്തെ തീർന്നു അല്ലേ? ഇവിടെ എപ്പോഴാ ശരിക്കും തുടങ്ങണേ? തുടങ്ങൂല്ലേ? മൂന്നെണ്ണം മതി. അതെ അങ്ങനത്തെ കറക്കി വെക്കിയത്. കവറിലിരിക്കണ എന്നാ? ഇത് തൈരായിരിക്കും. ഇതെന്നാ സാധനം? തേനല്ലേ? തീർന്നു കഴിഞ്ഞ കുറേ സാധനങ്ങൾ നമ്മൾ നീലക്കാട്ടിൽ മേടിച്ച് അച്ഛനെ മേടിക്കും. വെള്ളരിക്കയൊക്കെ ഉണ്ടല്ലോ. വെള്ളരിക്കയൊക്കെ ഉണ്ട്. വെളുത്തി വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, നമുക്ക് ആട്ടുണ്ട്. അച്ചിങ്ങ 80, കാച്ചിൽ 40, 1.5 കിലോയോ വയലറ്റിന്. അങ്ങനെ ആ തുണ്ടെങ്കിൽ എടുത്ത് വിട്ടാം. അങ്ങനെ ചുമക്ക് നടുകയും ചെയ്യാം. വയലറ്റ് കിട്ടി. അവർ പറയണത് തീർന്നു സാധനങ്ങൾ 6:30 തുടങ്ങുന്നു. കിട്ടി. ഇനി ഞാൻ ഉദ്ദേശിച്ച വളമ്പുളി ഇല്ല. വളമ്പുളി ഉദ്ദേശിച്ചത് നമ്മള് കൃഷി ചെയ്യണാണോ? ആ ശരി. കാഞ്ഞിരമറ്റാണോ? കാഞ്ഞിരമറ്റാണോ സ്ഥലം? ഉണ്ടല്ലേ? ഇപ്പൊ എന്നാ കിലോ? 40. പച്ച എത്രയോ അല്ല പഴുത്തത് കൊണ്ടുവരാറുണ്ടോ? ഇടയ്ക്ക് കൊണ്ടുവരും അല്ലേ? പിന്നെ ഏതാണ്ട് നമ്മൾ ചോദിക്കാൻ ചെറിയ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നനകിഴങ്ങും ഇല്ലേ? ചെറിയ എങ്ങനെയാവില്ല? 1 കിലോ മേടിക്കാൻ നീ കഴിച്ചിട്ടില്ലല്ലോ? അത് മറ്റേ മധുരക്കിഴങ്ങിന്റെ രുചിയാണോ? അല്ല, ചേമ്പിന്റെ ഒക്കെ ചേമ്പ് പോലത്തെ അല്ലേ? ഏതാണ്ട് അങ്ങനെ പറയാം. ഇതിങ്ങനെ ഇതിന്റെ കിഴങ്ങ് തന്നെയാണോ നടണ്ടായി? അതെ അതെ. നമ്മുടെ പരിപാടി ഷോപ്പിംഗ് കഴിഞ്ഞു. അതെ. ഇവിടെ മാർക്കറ്റിൽ 6:30 തുടങ്ങുമെന്നായി ചേട്ടൻ പറഞ്ഞു. അപ്പൊ കുറെ സാധനങ്ങളൊക്കെ തീർന്നു. എന്നാലും നമുക്ക് അത്യാവശ്യം കിട്ടി. നീലക്കാച്ചിന് കിട്ടിയത് വലിയ ആവശ്യം. പ്രത്യേകിച്ച് നടാൻ പറ്റുമോ ഇത്? പിന്നെ അതിന് മുനപ്പ് വൻതേനീച്ച 450, 2000 രൂപ. പൊതിഞ്ഞ് വെച്ചേക്കണ ചെറുതാനാണല്ലോ കൂടുതൽ കൃഷി ആ ഒരു ചെറിയ പുളിരസമുള്ളതുണ്ട്. അതൊരു മെഡിസിനാണ്. ഞാൻ ഈ ചന്തയുടെ സെക്രട്ടറിയാണ്. ഓ, പാടശേഖരങ്ങളുടെയൊക്കെ പ്രസിഡന്റ്. എൻ്റെ വീട് ചാലിക്കപ്പാറ. ഞങ്ങള് യൂട്യൂബിലൊക്കെ ഇടാറുണ്ടേ. അപ്പൊ അതിനു വേണ്ടി വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അതെ അല്ലേ? ആ ശരി.
കാച്ചിൽ 60 1.5 കിലോ. 1.5 ഉണ്ടല്ലേ? അപ്പോൾ 80 60 140 ചെറുകിഴങ്ങ് 20 അപ്പം 160 184 മുട്ടയോട് കൂടി. 180 രൂപ. നാടനാ. എന്നോട് ഇതിന് വെള്ള കൂടുതലായിരിക്കും. വൈറ്റ് കണ്ടില്ല ഉണ്ണി പറഞ്ഞ അതാ നല്ല. അല്ലല്ല ഈ ചാരക്കളർ അങ്ങനെയല്ലേ? മുട്ടയുടെ അപ്പോൾ 4 മുട്ടയുടെയും കൂടി കൂട്ടും. അപ്പോൾ 180 210 8 രൂപ. ശരി എന്നാ. ശരി ശരി എന്നാ ചേട്ടാ. ശരി കേട്ടോ. ആ ഓക്കെ. കൊറേ സാധനങ്ങളുണ്ട്. സാധനം കിട്ടും. ചെന്നിട്ട് കാണാം. 210 രൂപ വേഗം കഴിഞ്ഞു. അതെ അപ്പൊ ഞങ്ങൾ ഇച്ചിരൂടെ നേരത്തെ വന്ന് ഇച്ചിരൂടെ നല്ലതായിരുന്നു. അതെ അതെ അതെ. ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നത് എങ്ങനെയാന്ന് നമുക്ക് അറിയാം. പോകാം. ഓക്കെ. അങ്ങോട്ട് പോണത് പൂത്തോട്ട. അപ്പൊ ഇല്ല പൊട്ട കയ്യിൽ പൊട്ടിപ്പോകും. Are you happy? Yes. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ്. ഇതുപോലെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നത് വാങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഒരു സാധനങ്ങളാ മേടിച്ച അമ്മ എന്നാ കാറിനകത്ത് കണ്ണാടിയൊക്കെ വെച്ചിരിക്കണേ. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ണാടി വെച്ചിരുന്നത്. അപ്പൊ അത് പിന്നെ ഊരിയില്ല. ഇനിയിപ്പൊ വീട്ടിലേക്കല്ലേ തിരിച്ചു. ഇനിയിപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഏത്തക്ക മേടിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഉദ്ദേശിച്ചൊക്കെ കിട്ടി. നാടൻ കോഴിമുട്ട വരെ ഉണ്ട്. മേടിക്കാഞ്ഞതാട്ടോ. അതുമൊക്കെ മേടിച്ചു. എല്ലാ ചേട്ടന്റെ കൃഷിയാന്ന് പറഞ്ഞു. ചെറുനാരങ്ങ ഒഴിച്ചു. അതെ 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 പറഞ്ഞല്ലോ. എന്താ സാധനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ 2 കിലോ മേടിക്കാതെ പാടത്തെ ആയിരുന്നെങ്കിൽ. പാടത്തെ അല്ലാതെ 80 രൂപയുടെ. അല്ല അവര് കൃഷി ചെയ്താന്നാ പറഞ്ഞ. ആ മാർജിൻ ഫ്രീന്ന് മേടിച്ച അച്ചിങ്ങ ഏത് രീതിയാന്ന് വെച്ചാൽ ആ അച്ചിങ്ങയാണിത്. പറമ്പിലുള്ളതിനേക്കാൾ രുചി പാടത്തുള്ളതല്ലേ. സോഫ്റ്റ്നെസ് കൂടുതൽ. എന്തായാലും ഹാപ്പിയായി. ചെറുകിഴങ്ങ് നമ്മൾ ഇന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ കാലത്തൊക്കെ തിരുമറയിൽ കൃഷി ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അവിടെ ഇഷ്ടംപോലെ കൃഷി. ഞാൻ മധുരക്കിഴങ്ങൊക്കെ ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, കാച്ചില്, ചേമ്പ് ഇതെല്ലാം ഡിഫറെന്റ് ആണോ? എല്ലാം ഡിഫറെന്റ് ആണോ? ചേമ്പ് ഡിഫറെന്റ് അല്ലേ? അല്ല ചേമ്പല്ല, ചെറുകിഴങ്ങ് നനകിഴങ്ങ്. ചെറുകിഴങ്ങും നനകിഴങ്ങും തമ്മിൽ വലിയ വ്യത്യാസമില്ല കാഴ്ചയില്. നനകിഴങ്ങ് ഇച്ചിരി വലുതാ, ചെറുകിഴങ്ങ് ഇടത്തരം ചെറിയ സൈസാണ്. അതുകൊണ്ടായിരിക്കും ചെറുകിഴങ്ങെന്ന് പേര് വന്നത്. ഇങ്ങനത്തെ കിഴങ്ങ് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴും അറിയണം. പണ്ട് കാലത്ത് ദാരിദ്ര്യം ഉള്ളപ്പോ അത് അകറ്റാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കിഴങ്ങുകൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് ദാരിദ്ര്യമില്ല, അതുകൊണ്ട് ആർക്കും ഇങ്ങനെയുള്ളതൊന്നും വേണ്ട. കൈ നിറച്ച് കാശുണ്ട്, അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കഴിക്കാം. അതോടുകൂടി രോഗത്തെയും മേടിക്കുകയാണ് കാശ് കൊടുത്തി. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ ഒരു പുള്ളിക്കാരൻ മാത്രമേ മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പ്രസിഡന്റ് ഏതാണ്ടല്ലേ, സെക്രട്ടറി ആണോ പറഞ്ഞത്? ഞാൻ ഓർത്ത് കുറെ ആൾക്കാരുണ്ടാവൂന്നാ കരുതിയത് കച്ചവടമായിട്ട്. അത് ഈ നേരം വെളുക്കണേന് മുന്നേ മേടിച്ച സാധനങ്ങൾ ഇനി നിരത്തി മുറത്തിൽ കാണിക്കാം. മുട്ട, നാടൻ കോഴിമുട്ട, കാച്ചിൽ, അച്ചിങ്ങ, ചെറുകിഴങ്ങ്. ഞാൻ മുറത്തിൽ നിരത്തി കഴിയുമ്പോ കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. താനും പറഞ്ഞു നിന്നാൽ ടൈം പോകും. വാച്ച് കിട്ടിയില്ല, സമയം കഴിയും. ഞാനും വാച്ച് കേട്ടിട്ടില്ല. രാവിലെ നേരത്തെ എണീറ്റ് പോന്നായിരുന്നു. പോകാം. ഓക്കേ.
അപ്പൊ രാവിലെ വെള്ളമൊക്കെ ഒഴിക്കുവോ? രാവിലെ അപ്പൊ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ വന്ന. ഇത് അമ്മയുടെ സുന്ദരിയായ ചെടി. രാവിലെ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കുമോ? അപ്പൊ ഇന്ന് ചൂടുണ്ട് പക്ഷെ. ചെറിയ തണുപ്പുണ്ട്. ഇത് മുട്ടപ്പഴം ഉണ്ടാവുന്ന സീസൺ ആണോ? ജൂൺ ജൂലൈ ഒക്കെയാ സാധാരണ ഉണ്ടായി കണ്ടേക്കണേ. അതോ ഇനി മുട്ടപ്പഴത്തിന് വേറെയും സീസൺ ഉണ്ടോയെന്നും അറിയാൻ മേല. ഓൾ ടൈം സീസൺ ആണോയെന്നും അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേ ഒരുപാടുണ്ടാവുന്നുണ്ട് ആഗ്രഹം പോലെ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മുട്ടപ്പഴം കുറേ ഉണ്ടായി കാണണമെന്ന്. അതുപോലെ ഇപ്പം എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നല്ല കാര്യം. അല്ലേ, ഇത് സ്യൂഡോമോണാസ് തളിച്ചേക്കണതാണ് കേട്ടോ. അതാണ് ഈ വെളുത്ത നിറത്തിലിരിക്കണേ. കണ്ടോ? പോയി വന്ന് ഇനി പാല് കാച്ചു തൊട്ട് തുടങ്ങണം. അല്ല രാവിലെ പോയില്ലേ? ഉറക്കപ്പിച്ചൊക്കെ മാറിയോ? ഞാനൊരു കാപ്പി ഇട്ട് കുടിച്ചാ പോയെ. പക്ഷെ ഉദ്ദേശിച്ചത് കിട്ടി. പർപ്പിൾ കാച്ചിൽ, അതെ, ചെറുകിഴങ്ങ, നാടൻ കോഴിമുട്ട. അത് പിന്നെ ഇവിടെ ആണെങ്കിലും ചോദിച്ചാൽ കിട്ടും നമുക്ക്. പർപ്പിൾ കാച്ചിലായിരുന്നു ആവശ്യം. ചെറുകിഴങ്ങ് നീ കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞ, അത് കിട്ടി. വൈകുന്നേരം പുഴുങ്ങാം. അപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പൊ പുട്ട് ചുടണം. ഓരോരോ പരിപാടികൾ തുടങ്ങാം. അച്ചിഞ്ഞ ഒടിച്ചു വിളിച്ചു വളർത്തണം. ഇച്ചിരി കടച്ചൊക്കെ വളർത്തിയത് ഇരിപ്പുണ്ട്. പക്ഷെ ഈ അച്ചിഞ്ഞ ഫ്രഷ് അല്ലേ. ഒരു ഞങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു ആളുടെ കയ്യിൽ നിന്ന് മൊത്ത സാധനം മേടിച്ച് അതിപ്പോ അവര് കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഏത്തക്ക മൂത്ത് തന്നെയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് മേടിച്ചില്ല. അപ്പൊ അവര് പറഞ്ഞ മൂത്തക ഒരു മാസം കൂടെ കഴിയും മൂക്കമ്പേന്ന്. അപ്പൊ വേണമെങ്കിൽ ചെന്ന് തന്നെ പോയി മേടിച്ചോട്ടെ. ഏതെങ്കിലും ശരി കാലത്ത് സ്കൂട്ടറും കൊണ്ട് പോയാൽ മതിയല്ലോ. ബുധനും ശനിയോ ഉള്ളേന്നാ പറഞ്ഞല്ലേ. അത് മുളന്തുരുത്തിലുണ്ട് ബുധൻ. ബുധനാഴ്ച 2 മണിക്ക് ശേഷം മാർക്കറ്റ് സമുച്ചയത്തില് അവിടെ കൃഷിഭവന്റെ ഓഫീസും ഇതും അല്ലാണ്ട് അവിടെ താഴെ അങ്ങനെ പടുതിയല്ല, മഴ നനയാതെ ഷീറ്റ് കണ്ടിട്ടില്ല. എന്റെ അവിടെ കൊലകൾ ഇഷ്ടം പോലെ വരാറുണ്ടെന്ന് അപ്പൊ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ബുധൻ അവിടെ വിട്ട് നോക്കാം. ഈ ഏത്തക്കൊല ഉപ്പ് പാകത്തിനുള്ളതുണ്ടെങ്കിൽ നമുക്ക് മേടിപ്പിക്കാം. പൂവങ്കായ ഇരിക്കണാണ്ട് ഞാൻ ഓർത്തത് മേടിക്കാന്ന് ഓർത്തപ്പോ കടക്കാരുടെ ആയതുകൊണ്ട് അതുകൊണ്ട് അത് എടുത്തില്ല. പൂവങ്കായ ഉണ്ടെങ്കിൽ പൂവങ്കായും ഏത്തക്കായും മേടിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. ഇത് രണ്ടും കിട്ടിയില്ല. ഓക്കെ ഇതൊക്കെ പറഞ്ഞു തന്നാ പാല് പൊങ്ങി വരുന്നു. കുട്ടിനുള്ളതാണോ? കൊണ്ടുവരാൻ നനച്ചു ചൂടാട്ടോ. അതിൻ്റെ ഇടയിൽ എന്തോ അലക്കാനുള്ളതും അമ്മ നനച്ചിടുന്നുണ്ട് കേട്ടോ. ഈ ജോലികളെല്ലാം രാവിലെ തീർത്തു വെക്കും. വേറൊരു പാഷൻ ഫ്രൂട്ട് ഇതിൽ പായിട്ട് അത് കിളുത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ ഇതാ ഇതിൽ കിടക്കുന്ന തൊണ്ട്. ഇത് എന്താ പിന്നെ ഇവിടെ വേറൊരു കലത്തിലും പാകിയിട്ടുണ്ട്. രണ്ടും ഓരോ ആഴ്ചയിലെ വ്യത്യാസത്തിനാണ് പായക്കണേ. ഇത് പതുക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ ചാണകം അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആരോഗ്യത്തിൽ വന്നോളുമായിരിക്കും. ഇനി അതിലേയും കിളുത്ത് കഴിയുമ്പോ കാണിക്കാം എന്നാണ് അമ്മയുടെ പ്രതീക്ഷ. അപ്പയ്ക്കിന്ന് പുട്ടും മുട്ടയാണോ? മുട്ടയൊന്നുമില്ല, ഗോതമ്പ് പുട്ടും പഴവും പച്ചപ്പഴം. സമയം 8:30. മാർക്കറ്റിൽ പോയി വന്നു. 9:00 കഴിക്കാറ്. ഞാനിതങ്ങ് ചുടാന്ന് കരുതിയ. ഞാൻ വെള്ളത്തില് ഉപ്പിട്ട് സ്വല്പം തേങ്ങ ഇട്ടൊന്ന് തിരുമേന് ശേഷം ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ടിങ്ങനെ പതുക്കെ കൈകൊണ്ട് ഞരടി എടുക്കും കേട്ടോ. അപ്പൊ വെള്ളം കുറവുണ്ടെങ്കിൽ എന്തായാലും തളിച്ചു കൊടുക്കും. ഇത് ഈ കറുത്ത നിറത്തി കിടക്കണ തേങ്ങയുടെ പൊരിപ്പലാട്ടോ. കറുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ തേങ്ങ കംപ്ലീറ്റ് ചിരണ്ടണം. അന്നേരം അതിൽ ഇത് ചിരണ്ടി വെച്ചേക്കണം നോക്കിയേ. അന്നേരം അതിൽ കറുത്ത രാശി വീഴുന്നതാണ്. ഇതൊരു സ്വല്പം വെള്ളം എടുത്തോണ്ട് വരെ ഇച്ചിരി കൂടെ തളിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിരുന്നു. ഇത് കണ്ടോ തേങ്ങയുടെ പൊരിപ്പല. ഇച്ചിരി വെള്ളം എടുത്തോണ്ട് ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുമല്ലേ. ഗോതമ്പ് പുട്ടിന്റെ ചെയ്യണ വീഡിയോ ഉണ്ടാക്കണ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും കാണിക്കുമ്പോൾ അതൊരു ബോറിംഗ് അല്ലേ നിങ്ങൾക്ക്. അപ്പം നമുക്ക് ഈ വെള്ളം മതി. പുട്ടുകണ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. അടിയിൽ ഇച്ചിരി ചില്ലിട്ടേച്ച്, ചില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലിടണ ബേസ് ഇട്ടേച്ച് സ്വല്പം തേങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. നനച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടി പിടിച്ച് തേങ്ങ എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ. ഇനി പൊടിയിലേക്കിടാം. വെള്ളം ഇറന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് പുട്ടായിക്കോളും.
അപ്പം നമ്മുടെ മോർണിംഗ് റൊട്ടീൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്യത്യാസം മോർണിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ മാർക്കറ്റിൽ പോയി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സാധാരണ രീതി. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിലെ മോർണിംഗ് റൊട്ടീൻ ആവട്ടെ. മോർണിംഗ് അങ്ങ് കാണിക്കാം അല്ലേ? അതെ, ഈവനിങ്ങും കാണിക്കാം, കിഴങ്ങ് പുഴുങ്ങണത് അത് കാണിക്കാം, എല്ലാം ഒരുമിച്ച് കാണിക്കാം. കാരണം ചെറുകിഴങ്ങ് എന്നെ സംബന്ധിച്ച ഒരു അതിശയമാണ്. ഞാൻ കണ്ടിട്ടില്ല അല്ലേ? അതെന്നാണ് ഇവിടെ പണ്ട് അപ്പൊ പറഞ്ഞ ശരിയാ, പണ്ട് ഞാൻ വരുന്നതിന് മുമ്പാ നേരത്തെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത് ചെറുകിഴങ്ങിന്റെ. പിന്നെ നനകിഴങ്ങ അല്ല, നനകിഴങ്ങും ചെറുകിഴങ്ങും രണ്ടാന്നാണ് അപ്പ പറയണത്. എനിക്ക് അത്രയ്ക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. പിന്നെ ഞങ്ങളുടെ എവിടെയും പണ്ട് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ, വളരെ പണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അത് ഉണ്ടായിട്ടില്ല. ഇത് മതിയായിരിക്കും, ഇത് ഞാൻ അരിപ്പുട്ടിൻ്റെ കൂടെ ഞാൻ എടുത്തോളാം. ഇത് കൂടുതൽ കഴിക്കില്ല, ഇച്ചിരി ബാക്കി വന്നത് ഞാൻ അരിപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുത്തോളാം. അതിൽ അടിയിൽ മാത്രമേ തേങ്ങ ഇട്ടിട്ടുള്ളൂ, വെക്കട്ടെ, തേങ്ങ ഇട്ടിട്ടുള്ളൂ. മുകളിൽ രണ്ട് ഭാഗത്തും ഇടേണ്ട ആവശ്യമില്ല. ഇടണമെന്നുള്ളവർക്ക്, കൊച്ചു പിള്ളേർക്കൊക്കെ ചുടുമ്പോൾ വേണമെങ്കിൽ ഇടാട്ടോ. തേങ്ങ ഒത്തിരി ഉള്ളിൽ ചെല്ലണ്ടല്ലോ എന്നോർത്ത് ഞാൻ അടിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഇച്ചിരി പൊടി ബാക്കിയുണ്ട്, ഞാനത് എനിക്ക് പുട്ടി ഇടുമ്പോൾ ഞാൻ അതിലേക്ക് എടുത്തോളാം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യ അളവായിരിക്കുമല്ലോ ചിലപ്പോൾ. ഞാൻ സാധാരണ ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നനച്ച് ബാക്കി ഉണ്ടെങ്കിലേ ആ പൊടിയിലേക്ക് എനിക്ക് ചുടാനായിട്ട് അരിപ്പൊടി അങ്ങ് ചേർക്കും. അപ്പം നീ ചുടുമ്പോ പിന്നെ നിനക്ക് കഴിക്കാൻ എടുക്കുമ്പോൾ നിനക്കത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ട് ചുടാം. നമുക്ക് ഇത് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് ചുടാം. ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ചട്ടപ്പുട്ടുണ്ടാക്കുന്നത്. കാണിച്ചു തരാം. ഇത് 3 മിനിറ്റ് നേരം വെച്ചേക്ക് വന്നിട്ട് അല്ല, ഇത് ഒരു അരിപ്പുട്ട് ആവി വന്നു കഴിഞ്ഞാൽ അതേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുമെന്നാ പറയണം. ഗോതമ്പ് പുട്ട് ഒരു സ്വല്പ സമയം കൂടെ ഞാൻ വെച്ചേക്കും, കാരണം വേവ് ശരിക്കും അങ്ങനെ ആവാൻ വേണ്ടി. അതിനാ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അപ്പയ്ക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ബ്രൂ എടുക്കണത് അവിടെ. അത്രയുണ്ടോ സുഭാഷ് പാർക്കിന്? സുഭാഷ് പാർക്കിലോ? കോഫി എടുത്തോണ്ട് മറ്റേത് എടുത്തോണ്ട് വരാം. അപ്പ പേപ്പർ വായിക്കുകയാണ്. ലൈറ്റ് എടുക്കാൻ വന്നാ കുത്തിയിട്ടോ? നീ ചിങ്ങമ്പഴാണോ അപ്പയ്ക്ക്? ഏത്തപ്പഴല്ലേ? കുത്തിയിട്ടോന്ന് പറഞ്ഞാലില്ലേ, ഏത്തപ്പഴം ആ പരുവത്തിന് കൊടുക്കൂ. ഏത്തപ്പഴത്തിന്റെ പരുവത്തിന് എന്നാ കുഴപ്പം? പച്ച ഏത്തപ്പഴാണോ പുട്ടിന് കൊടുക്കണത്? ഇത് പച്ചയല്ലല്ലോ, പഴുത്തതല്ലേ? പുഴുങ്ങിയതല്ലേ കൊടുക്കണത്. അങ്ങനെ കുത്തിയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിടുന്നതിന് മുമ്പ് പഴം തൊലി കളഞ്ഞ അതിലേക്ക് വെക്കണം. കൊണ്ട് കളഞ്ഞ അതിന്റെ പൊരിപ്പിലൊക്കെ മാറ്റി, അല്ലാണ്ട് ചുമ്മാ കുത്തിയിടുവല്ല. ഇനി നമുക്ക് നടുക്കിലേക്ക്, എന്റെ കുത്തിയിടൽ കണ്ടോട്ടോ നിങ്ങള്, ചിരിക്കും കാണുമ്പോ ചിലപ്പോ. എന്റെ കോഫി കുടിച്ചോ. 2 പഴം അപ്പുറം ഇപ്പുറം വെച്ചു. എന്നിട്ടേ ചില്ലും പോയി. നമ്മള് ചില്ലിലല്ല ചൂണത്, നമ്മള് വേറെ നമുക്ക് അപ്പയ്ക്ക് കൊടുക്കാം. ഞാൻ ഇതിൽ വെച്ചു, അങ്ങനെ ആയതുകൊണ്ട്. അപ്പ കൈ കാണിക്കുന്ന എന്തിനാണെന്നറിയാമോ? അതിൽ തേൻ ഞാൻ കൊടുക്കും. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പയ്ക്ക് ഇഷ്ടമല്ല. തേൻ വന്നു. അപ്പയ്ക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതാണോ ഇഷ്ടം, ചിങ്ങമ്പഴാണോ ഇതിന്റെ കൂടെ? ഏത്തപ്പഴം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കാറില്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉള്ളൂ. ഷുഗറിന്റെ തീക്ഷ്ണത ഉള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഒന്ന് പഴുത്തതും ഒന്ന് പഴുപ്പ് കുറവുള്ളതും. കാപ്പി അപ്പയ്ക്കല്ല, പതയുണ്ട്. കുടിച്ചിട്ട് പോരെ പൊടി നനയ്ക്കാട്ടോ. മൊത്തം പൊടിച്ചിടുവോ? പൊടിച്ചങ്ങ് പൊത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കൂട്ട് എപ്പോഴും ഫോർക്ക് കൊണ്ട് കുഴയ്ക്കുന്നതാണ് എപ്പോഴും. പഴം ഫോർക്ക് വെച്ച് കുഴയ്ക്കുന്നതാണ് എളുപ്പം.
എളുപ്പത്തിൻ്റെ മാത്രമല്ല, ഒന്ന് നമ്മുടെ കയ്യിലെ വൃത്തികേടുകൾ അതിന് പറ്റില്ല. രണ്ട്, ചിലർ വളരെ ഒരു പഴമൊക്കെ ഞെക്കി പീച്ചി ഒരു വല്ലാത്ത പരുവത്തിന് കുഴയ്ക്കുന്നത് എതിരെ ഇരിക്കുന്നവനൊരു അരോചകത്വം ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കൈ രണ്ടും ഫ്രീ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. വെരി സിമ്പിൾ. ഇനി ഇതിൻ്റെ പുറത്ത് സ്വല്പം തേൻ ഒഴിക്കും. ഇതിൻ്റെ പഴുപ്പ് ശരിയല്ലെങ്കിൽ ഒരു ചെറിയ, അത് മാത്രമല്ല ഒന്ന് കുഴയുകയും ചെയ്യും. 1 സ്പൂൺ മാക്സിമം. ഈ ഗോതമ്പ് കൂട്ടിനുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം സാധാരണത്തിൽ കൂടുതൽ വേണം. കാരണം ഗോതമ്പ് പൊടി വളരെ റഫാണ്. അതൊന്ന് കുഴഞ്ഞ് കിട്ടലൊരു വലിയ പ്രശ്നമാണ്. കുത്തിക്കഴിഞ്ഞാൽ അതങ്ങ് ഇറങ്ങിപ്പോകും. ഇനി ഒരു സ്പൂൺ എടുത്ത് നേരെ വായിലോട്ട് വെക്കുന്നതിന് പകരം അപ്പയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെ വീഡിയോസൊക്കെ ആദ്യം ഓൺ ചെയ്യും. അതിനുശേഷം അത് കണ്ടുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിനൊരു പ്രത്യേക എന്റർടൈനിങ് ആണ് അപ്പ പറയുന്നത്. ഓ, ഇത് ചില്ല് വേണ്ടല്ലേ? അപ്പൊ വേണ്ട, വളഞ്ഞിരിക്കുന്നത് അതൊക്കെ ചിരട്ട അത്ര ഷേപ്പില്ലാത്തോണ്ട് അങ്ങനെ ഇരിക്കണം. അല്ല, ആദ്യം കറക്റ്റ് ആയിട്ടായിരുന്നേ അത് വെച്ചതിന്റെ ആയിരിക്കണം. ഇപ്പൊ ഇരിക്കണ എങ്ങനെയാ? പിന്നല്ല, മിക്സ് ചെയ്ത് കേട്ടോ. ഗോതമ്പ് വിത്ത് അരിപ്പൊടി. ഒരു വെറൈറ്റി ഇരിക്കട്ടെ. നിനക്ക് എന്തോരം വേണം നീ പറഞ്ഞ, നീ കുറച്ച് മതി. കറി ഉണ്ടല്ലോ, അപ്പൊ അധികം വേണ്ട. മുടി വെക്കണം. മതിയോ? നല്ല രസം ഇത് കാണാൻ തന്നെ. മുടി വെക്കണം. ആഹാ, കറക്റ്റ് മൂടാനുള്ള പാത്രം അമ്മക്ക് കിട്ടിയല്ലോ. മൂടാൻ ഇഷ്ടം പോലെ മൂടികയുണ്ട്. ഇഷ്ടം പോലെ ഞാൻ മൂടിയെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഷൈനാ. മൂടിയ പാത്രങ്ങളെല്ലാം മിക്കവാറും ഒരുവിധം ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഷൈനിന്നല്ലേ. ഇത് കാണുമ്പോ അപ്പയ്ക്ക് വേണോന്ന് പറയും കേട്ടോ, ഉറപ്പാ. ആവി വന്നേ, കോഫി ഇട്ടേ. ആവി നേരെ പോകാത്ത കാരണം ഒരു ലുക്കില്ല. അത് ശരിയാ. അത് ഇതിലാണെങ്കിലേ പോവുള്ളൂ. ചെട്ടപ്പുട്ടിലാണെങ്കിലും പുട്ട് കണയിലാണെങ്കിലും പോകും. ഇതിലായതുകൊണ്ടാ പോവാത്ത. ഈ കറി ഇതേ ഇന്നലത്തെ വെള്ളയപ്പത്തിന്റെ ഇച്ചിരി ഗ്രീൻ പീസ് കറി ഇരുന്നത് ഞാനിനിയിപ്പോ മറ്റേ ബൗൾ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ച് തന്നെ അങ്ങ് ചൂടാക്കും കേട്ടോ. കുറച്ചേ ഉള്ളൂ, ചോറ്റുപാത്രത്തിൽ തന്നെ അങ്ങ് ചൂടാക്കാം. നോക്കട്ടെ, ചൂടാവട്ടെ കേട്ടോ. നമുക്ക് പുട്ട് ഇതിലേക്ക് പകർത്താം. ഇടയ്ക്ക് കാപ്പി കൊടുക്കാറായിട്ടുണ്ടാവും അവിടെ. ഇതെങ്ങനെ അമ്മ എടുക്കും? ഹാൻഡിൽ വിത്ത് കെയർ. നല്ല ഭംഗി ഇത് കാണാനായിട്ട്. തമാശ രീതിയിലും തമാശ അല്ലാത്ത രീതിയിലും ചില കമന്റുകളിൽ എടുത്തു. ചില കമന്റുകളിൽ നമ്മളോട് പറയും ഒരു നാടൻ അടുക്കള മംഗ്ലീഷ്. ഞാനൊരു തമാശയായിട്ട് എഴുതി നമുക്ക് മറിക്കാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കഴിക്കാനുള്ളതല്ലേ. ഇനി ഞാനൊരു മെത്തേഡ് കാണിക്കാം. ആഹാ, അത് കൊള്ളാട്ടോ. അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല. അമ്മ സ്കോർ ചെയ്തു. പ്രതീക്ഷിച്ചതിൽ ഉപരിയായിരിക്കും പലതും. പക്ഷെ ചില സംഗതി പ്രതീക്ഷിച്ചതിൽ താഴെയായിരിക്കും. എന്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല. ആരും ഒരിക്കലും ഒരു കാര്യത്തിലും പെർഫെക്റ്റ് അല്ല. അതെ, അതാണ് അതിന്റെ ഉത്തരം. ഇനി സ്പൂണിൽ കറി കോരിയാക്കട്ടെ. ഞാനും വരാട്ടോ ഇപ്പൊ തന്നെ. ദേ ഇച്ചിരി പൊടിഞ്ഞിട്ടുണ്ട്. കറി ഒഴിക്കുവാണേ. ഇതൊക്കെ ഒഴിക്കട്ടെ. അതല്ലേ നിനക്ക് ഇഷ്ടം. മുഴുവൻ ഒഴിക്കാട്ടോ, ചാറൂതും. മുഴുവനല്ല, ഇതിനാവശ്യമുള്ളത് കുഴയണ. ഇത് പഴം വേണമെങ്കിൽ പഴവും കൊണ്ടുവരാം. കുറുമയാടി ഇച്ചിരി തേങ്ങ അരച്ചിട്ടുണ്ട്. അടിപൊളി. എന്നാ മേശിട്ട് വെച്ച അമ്മയ്ക്കും എനിക്കുണ്ട്. നല്ല ടേസ്റ്റാ. ചിരട്ടയുടെ ഒക്കെ രുചിയുണ്ട് ശരിക്കും. പ്രത്യേക രുചി കേട്ടോ. ചിരട്ടപ്പുട്ടിന് നല്ല ഒരു ഫീല് വന്നത് ശരിക്കും ഇപ്പോഴാണ്. പണ്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിലും ആ ഒരു മോൾഡിലല്ലേ നമ്മൾ ഉണ്ടാക്കണേ, അപ്പോൾ ആ ഷേപ്പ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ശരിക്കും ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഫീല് കറക്റ്റായിട്ട് ഇപ്പോഴും വന്നു അല്ലേ? കഴിച്ചു നോക്കി. ഞാനില്ലേ വന്ന കാലം മുതൽ മമ്മിയില്ലേ വീട്ടില് ഈ ചിരട്ട ഇങ്ങനെ എടുത്തേച്ച് മമ്മി എപ്പോഴും ഈ പ്രഷർ കുക്കറിന്റെ ഇതിൽ വെച്ച് അരിപ്പൂട്ടുണ്ടാക്കും. നല്ല രുചിയാ. വലിയമാൻറ്റി വരുമ്പോ എപ്പോഴും പറയും മെറക്കുട്ട് ചിരട്ടപ്പുട്ട.
ഞങ്ങളുടെ രാവിലെ 7:30 ആകുമ്പോ ഒഴിക്കണതാ. 2 നേരം ഇതിനൊക്കെ ഒഴിക്കും. എന്നാന്നോ അമ്മയുടെ കുഞ്ഞുങ്ങൾ അല്ല അതല്ല ഭയങ്കര വെയിലല്ലേ, കംപ്ലീറ്റ് 10 മണി വെയിലേറടിക്കും. ഈ ബിഗോണിയ പോലെയുള്ള ചെടികള് ശരിക്കും ഷെയ്ഡിലാണ് വെക്കണ്ടേ, മമ്മിയുടെ അവിടെ വെച്ചേക്കണ പോലെ. പക്ഷെ അതിനുള്ള സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഉള്ള ഷെയ്ഡത്തൊക്കെ വെക്കുക. അപ്പൊ അത് കാരണം ഞാൻ 2 നേരവും വെള്ളം തളിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് പോകും സംഭവം. അപ്പൊ രാവിലെ തളിക്കേണ്ടതാ. പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ പോയത് കൊണ്ട് അതിന് സമയം കിട്ടിയില്ല. അത് കാരണം ഇപ്പോഴാ സമയം കിട്ടിയ മാർക്കറ്റ് റൊട്ടീൻ. കാരണം എല്ലാ ചെടികൾക്കും 2 നേരം ഒഴിക്കൂല കേട്ടോ. ഷെയ്ഡിലിരിക്കേണ്ട ചെടികൾക്ക് മാത്രം 2 നേരം ഒഴിക്കും. അമ്മ ഇനി സോസ്പാനൊക്കെ എടുത്തേക്കണ വെള്ളം ഒഴിക്കാൻ ഇതാകുമ്പോ ഒറ്റയടിക്ക് ഒരു പാത്രത്തില് ഒഴിച്ചാൽ 2 ചട്ടിയിൽ ഒഴിക്കാം. ഇതൊന്നും അല്ല എടുക്കേണ്ടതാ. പക്ഷെ ഞാനിതിനെ എടുത്തോണ്ട് പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അന്ന് പണ്ട് യൂഫോർബി കാണിച്ചിട്ടുണ്ട്, അതിലൊക്കെ പൂത്തൊലങ്ങി നിക്കണുണ്ടോ, അടാമുല്ല ഒരെണ്ണത്തില്. മറ്റേത് അമ്മയുടെ ഹരമാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതില് തെനിച്ചെന്ന് തോന്നില്ല, കുഞ്ഞി ഈച്ച പൊങ്ങിയും തേന്നു വരാൻ വന്നതാ വെച്ചേ. പൂക്കൾ ഒരുപാടുള്ളതുകൊണ്ട് ഏഞ്ചല് പറയും പോലെ പൂക്കളുണ്ടെങ്കിൽ ഒത്തിരി ശലഭങ്ങളും എല്ലാം വരും. ഏഞ്ചൽ എപ്പോഴും പറയും. കറക്റ്റാണ്. ഏത് ചുമപ്പ പല കളറുണ്ട്. ഗാർഡൻ ടൂറിൽ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. എപ്പോഴും കാണിച്ചാൽ ബോറിംഗ് ആയിരിക്കും. അല്ല, എല്ലാവർക്കും കാണാൻ ഇഷ്ടാ. അല്ല എന്നാലും കണ്ടത് തന്നെ. ഇനിയിപ്പൊ എല്ലാവരും അമ്മയുടെ ആന്തൂറിയം പർച്ചേസ് കാണാനിരിക്കും കേട്ടോ. ഞാൻ ഏത് ദിവസവും തയ്യാറാണ്. നിന്നെ കിട്ടണ്ട വീഡിയോ അതുകൊണ്ടല്ലേ മേടിക്കാത്ത. ഏത് ദിവസവും തൃപ്പൂണിത്തറയ്ക്ക് പോകാൻ തയ്യാറാണ്. റെഡിയാ. പക്ഷേ നീ അവൈലബിൾ അല്ല. തൃപ്പൂണിത്തറന്നാണോ നമ്മള് മേടിക്കണേ? അല്ലെ, തൃപ്പൂണിത്തറ ഉണ്ട്. എനിക്ക് ജവഹർ നഗറിലൊന്ന് കയറിയാലോന്നുണ്ട്. ഇന്നലെ അതിലെ പോയപ്പോ അവിടെ കണ്ടു 2 നഴ്സറി. വേനൽക്കാലം ആകുമ്പോ ചെടി നഴ്സറികൾ തുടങ്ങൂലോ. അപ്പൊ 2 ഉണ്ട്. അവിടെയെങ്കിലും ഒന്ന് കയറി നോക്കണം. എന്നിട്ട് അതനുസരിച്ച് തൃപ്പൂണിത്തറയൊന്നും അവിടെ നിന്ന് മേടിക്കണം. പിറവം ഏരിയയിൽ ഒരുപാടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇനി പോക്കില്ലല്ലോ, ഈ ഡബിൾ ഷെയ്ഡ്. അതുകൊണ്ട് അവിടെ നല്ല മിക്കവാറും തൃപ്പൂണിത്തറ ആയിരിക്കും. അതിന്റെ മറ്റതിൽ ഇതായി. അപ്പതേ ആ സ്ഥലം ക്ലീൻ ആക്കിയത് കണ്ടോ, മുറ്റത്തിട്ട ടൈലൊക്കെ അവിടെ നിന്ന് മാറ്റി. എന്തിനാണെന്നറിയാമോ? കപ്പളം നടണം. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരം കുഞ്ഞിച്ചാച്ചും തന്നെ മുളകും തൈയും അതിന്റെ ഇടവിട്ട് നട്ടോളാം. 3 എണ്ണത്തിന് സ്പേസ് ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ഇത് നട്ടിട്ടുണ്ട്. അതിന് ഇന്നലെ വെള്ളം ഒഴിച്ചില്ല. ചെമ്പരത്തി ഒടിച്ചു കുത്തിയതാ. ഇവിടെ ഇല്ലേ വെന്തിയും മാങ്ങാനാറിയും പാകണം. ഇനി കൊത്തി കിളക്കി ശരിയാക്കണം. അമ്മയുടെ കുഞ്ഞി ചെമ്പരത്തി. ഇതിലെ പൂക്കളെ നേരത്തെ പിടിച്ചിട്ടുണ്ടല്ലോ. നാടൻ ചെമ്പരത്തിക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട്. അതുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നാടൻ പൂക്കളുടെ ഭംഗി. ഇങ്ങനെ നിക്കണത് മഴ പിടിച്ചാൽ നല്ല ആർത്ത് വരും. മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങ് പോകാൻ സമയമില്ല. വേണോ ഒരെണ്ണം? അയ്യോ ദൈവമേ, ജീവിതത്തിൽ എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ. അയ്യോ എനിക്ക് വേണ്ട. പണ്ട് ഓർക്കണില്ലേ മീൻ വെച്ചപ്പോ കഴിച്ചത്? തേൻ നൂരാൻ വന്നിരിക്കുന്നത് കണ്ടതേ കിട്ടിയതിനതേ അതിലായതുകൊണ്ട് കിട്ടും. ഇപ്പൊ ഞങ്ങള് രാവിലെ മാർക്കറ്റിൽ കാഞ്ഞിരമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ മാർക്കറ്റാണ്. അപ്പൊ അവിടെ ചെന്നത് നാടൻ മുട്ട 1/2 ഡസൻ. അതിന് എടുത്ത് കവർ മാറ്റിയില്ല കേട്ടോ. കവർ മാറ്റിയത് എടുത്ത് വെക്കണം. അതിന് മുമ്പേ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുണ്ടതാ. അപ്പൊ ദേ നാടൻ പയറ്, നനവുള്ള പയറ്. ഇപ്പൊ നനവ് പോയിടി. എടുത്തു വെച്ചപ്പോ നനവായിരുന്നു. മഞ്ഞിന്റെ ഇതായിരുന്നു തോന്നുന്നു നനവ്. അത് 1 കിലോ പയറ് 80 രൂപ. 1.5 കിലോ കാച്ചിലാണ്. 1 കിലോ കാച്ചിലിന് 40 രൂപ. അപ്പൊ ഇതിന്റെ പ്രത്യേകത വയലറ്റ് കളറുള്ളതേ കാച്ചില്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് നാമ അവശേഷമായി പോയി. അപ്പൊ ഇത് കണ്ടപ്പോ ഇതൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് മേടിച്ച് തരാന്ന് വെച്ചത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് വെച്ചതേ മോൾ ഭാഗം നടാൻ വേണ്ടിയാ. അപ്പൊ ഇനം കിട്ടും. പിന്നെ വെളുത്ത കാച്ചിൽ നമുക്ക് ആ മുരപ്പരയുടെ അവിടെ പ്ലാവിന്റെ ചോട്ടിലുണ്ട്. അതൊന്ന് പറപ്പിച്ച് നോക്കാം അതിലെന്തെങ്കിലും ഉണ്ടോന്നുള്ളത്. ഇല്ലെങ്കിൽ അവിടെ തന്നെ കുഴിച്ചു വെച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ അടുത്ത പോലെ നന്നായിട്ടുണ്ടാവും. അതിലുണ്ടാവാൻ വഴിയില്ല. കാരണം അത് പറിക്കാതെ കിടന്ന് വളമൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു. അതിലുണ്ടാവാൻ ഒരു വഴിയില്ല കേട്ടോ. ഏതായാലും പറിക്കുമ്പോ ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അത് വേനല് അപ്പനെ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പറപ്പിച്ച് നോക്കാം, ചൂട് തെളിപ്പിച്ചിട്ടോ. അപ്പൊ കാച്ചില്. പിന്നെ ദേ ഇന്ന് വൈകുന്നേരം പുഴുങ്ങാനായിട്ട് ചെറുകിഴങ്ങ്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയാൻ മേലാട്ടോ. അപ്പൊ മനകിഴങ്ങെന്ന് എന്തോ പറഞ്ഞു കിട്ടും. എന്തായാലും ചേമ്പും അല്ല മധുരക്കിഴങ്ങും അല്ല. അല്ല, ഇത് പണ്ടത്തെ കാലത്ത് വീടുകളിൽ നടണം.
അപ്പൊ പിന്നെ ഇത്ര ഐറ്റാ 1 2 3 4 ഐറ്റാ മേടിച്ചത്. പ്രധാനമായിട്ട് പോയത് ഇങ്ങനെ മേടിക്കാനും ആ ചന്ത ഒന്ന് കാണാനുമായിട്ടാണ്. നമുക്ക് ഇനിയിപ്പൊ ഇത് മാറ്റി വെച്ചേച്ച് ഇത് ഒടിച്ചു പൊളിച്ചെടുക്കണം. ഉച്ചത്തേക്ക് ഉലർത്തണം. ഇച്ചിരി കടച്ചൊക്കെ ഉലർത്തിയത് ഇരിപ്പുള്ളൂ. നമുക്ക് അതിന്റെ പണി നോക്കാം. വെയിറ്റ് ഇടട്ടെ. എന്റെ കുക്കറ ഇതിനകത്ത് എന്നാ ഇരിക്കണേ? അരി ഈ സമയത്ത് തിളപ്പിച്ച് വെക്കണതാ. പക്ഷെ ഇന്നും പോയത് കൊണ്ട് എല്ലാ സംഗതികളും പെൻഡിങ് ആയി പോയി. മണി 10:10. 10 ആകുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കും. ഇനിയിപ്പോ വിസിലടിപ്പിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്തിടുക പതിവ്. പിന്നെ 12 ആകുമ്പോഴേ കലത്തിലേക്ക് മറിച്ച് വാർക്കുള്ളൂ. ഞാൻ പഠിച്ച പണി 18 ഇതിൽ വാർക്കാൻ നോക്കി. അതൊക്കെ പറയാം ഫെയിലിയർ ആവും. കാരണം ചോറ് പകുതി കഞ്ഞോളം പാത്രത്തിൽ പണിക്ക് പോവാതിരിക്കുമല്ലേ നല്ലത്. വേണ്ട, അതിന് ക്ഷമ എനിക്കില്ല. എന്റെ എല്ലുമ്മച്ചിയുടെ മോള് ഗ്ലേസി ചേച്ചി ഇങ്ങനെ നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ വാർക്കും. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. എന്നോട് എപ്പോഴും പറയാറുണ്ട് മോളെ ഇങ്ങനെയും ഇരട്ടിപ്പണിക്ക് പോവണ്ട. പക്ഷെ ഞാൻ അടപ്പ് വയ്ക്കുമ്പോ അതുകൊണ്ട് ആ പണി ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് മറ്റേ പരിപാടി ചെയ്യാൻ. പിന്നെ ജെസിയാൻറ്റി എന്നോട് പറഞ്ഞേ പ്രഷർ കുക്കറില് വെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് തോന്നണം. എന്നോട് ചോദിക്കാൻ വേണമെങ്കിൽ കലത്തില് ഇതിനകത്ത് അരി കഴുകി വെള്ളം ഒഴിച്ച് അടുപ്പത്തിലാ. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്നിട്ട് വാർത്താ മതി. ഒന്നോടെ ഞാൻ ചോദിക്കാം എങ്ങനെയാന്ന്. പലരും ചോദിക്കും ആരാ ജെസിയാൻറ്റി എന്ന്. ജെസിയാൻറ്റി എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ. പുള്ളിക്കാരി വലിയ പാചകക്കാരി. അപ്പൊ പല സംശയവും പുള്ളിക്കാരിയോട് ചോദിക്കാറുണ്ട്. എന്റെ അമ്മായിയോട് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരിയാണ് എന്റെ നാത്തൂനാണ്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആൻസ് കേക്കുമായിട്ട്. ഓക്കെ. അമ്മയുടെ റെസ്റ്റിംഗ് ടൈം അല്ലാട്ടോ നിങ്ങൾ കാണാൻ പോണത്. അമ്മയുടെ വർക്കിംഗ് ടൈമാണ്. സാധാരണ ഇവിടെ ഇരിക്കുന്ന അമ്മ റെസ്റ്റിംഗ് ടൈമിലാ. ഇവിടെ ഇരുന്ന് ഫോൺ നോക്കും, പേപ്പർ വായിക്കും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഇന്ന് ചെയ്യണത് വേറെയാ. കാരണം മണി 10:15 ആയിട്ടുള്ളൂ. ഇപ്പഴേ റെസ്റ്റ് ചെയ്താലേ ഇപ്പഴേ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോ ചോറാവൂല. അതെനിക്ക് ഇഷ്ടമില്ല. നമുക്ക് അമ്മയുടെ ഒരു മീ ടൈം ചെയ്യാട്ടോ. മീ ടൈം, അതായത് അമ്മയ്ക്ക് വേണ്ടി കണ്ടെത്തുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യുന്നു? ശനി ഞായറും അല്ലാത്ത എല്ലാ ദിവസവും യാത്രകളില്ലാത്തപ്പോ ഇഷ്ടം പോലെ സമയം മീ ടൈം. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ ചിലപ്പോ ഓർക്കും. അമ്മയുടെ മീ ടൈമിൽ അതും പെടുത്താം. അതൊക്കെ പെടുത്തണം. ചെറിയ എന്നാന്നറിയാമോ, ചൂടിന്റെ ആധിക്യം മൂക്കുമ്പോ ഫാന് ഫുള്ളിലിടും. ചൂടിന്റെ ആധിക്യം കൂടുമ്പോ കുറച്ചു നേരം കഴിയുമ്പോ. അതുകൊണ്ടാ പെടച്ചെഴുന്നേറ്റ ഇതിലൊക്കെ നടക്കും. മാവുള്ളത് കൊണ്ട് വലിയ വെയില് മുറ്റത്തുണ്ടാവും. കാലത്ത് ഇച്ചിരി നേരത്തെ വെയിൽ കൂടുതൽ മുറ്റത്തെ ഒന്ന് പിടിച്ചേ. മാവ് 2 ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ഷെയ്ഡാവും. അത്യാവശ്യം അതിലേ ഇച്ചിരിച്ച വെയിലും ഉള്ളു. ഇപ്പൊ വെയിലായി തുടങ്ങി. അല്ല എന്നാലും ഇത്രയേ ഉള്ളു വെയിലും ഒക്കെ വെച്ചിട്ട്. വെയിൽ ആ സൈഡിലൊക്കെ വെയിലുണ്ട്. ഫ്രണ്ടില് സുഖം ഇരിക്കാം. ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ചെടികൾ ഇതൊക്കെ ഒന്ന് നോക്കും. ഏതിനെങ്കിലും പുഴുക്കുത്തുണ്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ. ഇതിപ്പോ ഉച്ചത്തേക്കുള്ള മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന നല്ല പയറാണല്ലോ. നല്ല പയർ. ഇത് തന്നെ സെയിം ജോൺസൺ ചേട്ടന്റെ അപ്പൊ ഇന്നാള് മേടിച്ചോണ്ട് മാർജിൻ ഫ്രീന്ന് ഈ സെയിം പയർ. ഈ പയറിനൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒന്ന് ഫ്രഷ് ആണ്, 2 ഒടിയലും പൊളിയലും മിക്സ്. അതുകൊണ്ട് ടേസ്റ്റി ആയിരിക്കും. പയറിലൊരു തരി മൂഞ്ഞോ കേടോ ഒന്നുമില്ല. ഫ്രഷ് പയറുമാണ്. മിക്സിങ് ആയതുകൊണ്ട് ഇത് ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് വാങ്ങിയ ഫ്രഷ് അച്ചിങ്ങ ഉലർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ റെഡിയാക്കി. നല്ല ഉലർത്തലിന്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊക്കെ ഒന്ന് നോക്കണോട്ടോ. വെള്ളം വറ്റിട്ടേട്ടോ. വെള്ളം വറ്റാൻ ഇപ്പം നോക്കിയായിരുന്നു. ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ നമ്മൾ അവസാനിക്കുന്നത് തീർച്ചയായിട്ടും ലഞ്ചോട് കൂടിയായിരിക്കും അല്ലേ? ഇന്നത്തെ മാർക്കറ്റിൽ പോക്കായിരുന്നില്ലേ രാവിലെ? അപ്പൊ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന അച്ചിങ്ങ ഉലർത്ത് ഉച്ചയ്ക്ക് ഊണിന് റെഡിയാക്കിക്കൊണ്ടാണ് ഇന്ന് അവസാനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വേണ്ടേ? അപ്പൊ ലെസ് ടോക്കാണ്, മോർ ആക്ഷൻ. അമ്മ മോർ ടോക്ക് ആൻഡ് മോർ ആക്ഷൻ. അതാണ് അമ്മയെ പറ്റി പറഞ്ഞത് കേട്ടോ. അമ്മ പറഞ്ഞു കേട്ടോ, മോർ ടോക്ക് ആൻഡ് മോർ ആക്ഷൻ. അതെ 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 അതെ.
അമ്മ അതിനെ പറ്റി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അതെന്നാ അങ്ങനെ? വിശക്കണുണ്ട് അതുകൊണ്ട് വേട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് സാധാരണഗതിയിൽ അത് പൊലിപ്പിച്ചോളൂ എല്ലാ കറികളും എടുക്കുക എല്ലാവരും. ആണ് അവള് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അച്ചിങ്ങ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാ, നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. ഇന്ന് മേടിച്ച അച്ചിങ്ങ ഇന്ന് തന്നെ ഒടിച്ചു പൊളിച്ച് കറിയാക്കി. അതാണ് അമ്മ. ഞാൻ മാറ്റി വെക്കാം. ഈ റൈസ് കട്ടറിന്റെ ഇങ്ങനെ വെച്ചാൽ അത് ഒഴിക്കാൻ പറ്റില്ല. ഒടിച്ചു പൊളിച്ച അച്ചിങ്ങ ഊണിന്റെ കൂടെ അപ്പ തിന്നുന്നു, അതാണ് അപ്പ. അത് തന്നെ എല്ലാരും കഴിക്കുന്നു. എല്ലാരും കഴിക്കുന്നു. ഇല്ലേ? എടുത്തോണ്ട് വരാവേ. ഒടിച്ചു പൊളിച്ച അച്ചിങ്ങയുടെ സൗന്ദര്യം ക്യാമറയിൽ എടുക്കുന്നു. ആര്? മകൾ. അതാണ് മകൾ. അപ്പൊ കലക്കിയില്ലേ? ഇതിന്റെ ചോറ് ഇച്ചിരി ഇട്ടേക്കണേ. കടച്ചക്ക ഞാൻ ഓർത്തേ നമ്മള് കഴിച്ചുകൊണ്ട് അവള് കളർ വ്യത്യാസം, ഒരു കളർ വ്യത്യാസവും ഇല്ല. ഞാൻ കരുതി അവള് കഴിച്ചോട്ടെ എന്ന്. കടച്ചക്ക ഇന്നലെ എനിക്ക് ഇതിന് മുഴുവനൊന്നും വേണ്ട. എനിക്ക് കടച്ചക്ക വേണ്ട അങ്ങനെ. എന്നാ കുറച്ചും കൂടി അപ്പക്ക് ഇട്ട് കൊടുത്തേക്കാൻ മേലായിരുന്നു. അപ്പ എടുക്കുമ്പോ ഇല്ലേ ഈ അച്ചിങ്ങയൊക്കെ തൊട്ട് എനിക്കത് കാണുമ്പോ ദേഷ്യം വരും. ആവശ്യത്തിനുള്ള കറി മനുഷ്യനെ എടുക്കുക. എനിക്ക് തൊട്ടും വേണ്ട കടച്ചക്ക. ഇച്ചിരും കൂടി എടുത്താ എന്റെ അമ്മയ്ക്ക് ഇഷ്ടല്ലേ? ഇത്രയും കറി ഉള്ളതുകൊണ്ട് എനിക്ക് ഇനി കടച്ചക്ക വേണ്ട. വെള്ളമൊക്കെ കുടിച്ചു. എങ്ങനെയുണ്ട് അച്ചിങ്ങ? നല്ല അച്ചിങ്ങ അല്ലേ? അത് സ്വന്തമായിട്ട് കൃഷി ചെയ്യണ സ്ഥലത്തുനിന്നല്ലേ നമ്മൾ മേടിച്ചേ? അതെ. ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വൈകുന്നേരം ചെറുകിഴങ്ങ് പുഴുങ്ങിയത്. അത് സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതെ 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 അതെ. ഓക്കെ. ആർ യു ഹാപ്പി വിത്ത് ടുഡേസ് ലഞ്ച്? രുചികരമായ ഊണം. അതെ. കുത്തരി. എന്തിനധികം കുത്തരി. ഈ മീനിന്റെ കളറ് തന്നെ കേമന. ഈ അച്ചിങ്ങ കാണാനും നല്ല സൗന്ദര്യമുണ്ട്. ഒടിച്ചു പൊളിക്കാനും സൗകര്യം ഇച്ചിരി വലുതായതുകൊണ്ട്. ചെറുതാണെങ്കിൽ രുചി കൂടുമെങ്കിലും ഒടിച്ചു പൊളിക്കാൻ ഭാരം. എല്ലാവരും ഊണ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. കഴിച്ചില്ലെങ്കിൽ വേഗം പോയി കഴിക്കുക. 1:30 നെറ്റ് ഇച്ചിരി സ്ലോ ആയി. അയ്യോ, ഇത് നെറ്റ് കുറെ നേരത്തേക്ക് സ്റ്റക്കായി പോയി. ഇച്ചിരി നല്ല കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയി. എന്തോ മേജർ പ്രശ്നം വന്നതാ. പക്ഷെ അത് കഴിഞ്ഞപ്പോ വേഗം വന്നു കേട്ടോ. അല്ലാതെ ഞാൻ വിചാരിച്ചു പണി പാളിയിൽ നിന്ന്.